Welcome to Yatra Info. Kozhikode Palakkad Roadil അമ്മിനിക്കാടാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് കൊടിയുത്തുമലയിലേക്കാണ്. പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ് അമ്മിനിക്കാട് സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ 20 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ അമ്മിനിക്കാട് എത്തിയിട്ടുള്ളത്. മോർണിംഗിൽ 6 മണിയോടെയാണ് സ്റ്റാർട്ട് ചെയ്തത് സൈക്ലിംഗ്. ഇനിയും 6 കിലോമീറ്ററോളം നമുക്ക് ട്രക്കിംഗ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കൊടിയുത്തുമലയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ പകുതി കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ സൈക്ലിംഗ് ചെയ്ത് ഹിൽ ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ബൈക്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഹാഫ്ലി മഡ് റോഡും ഹാഫ്ലി കോൺക്രീറ്റും ആയിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീൽസിന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മേ ബി ഞാൻ യൂസ് ചെയ്യുന്നത് BMW ഹൈബ്രിഡ് ബൈക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2000-ലേറെ അടി ഉയരത്തിലാണ് കൊടിയുത്തുമല സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 7 മണിയോടുകൂടെയാണ് ഞാൻ കൊടിയുത്തുമലയിൽ എത്തിച്ചേർന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ വിസിറ്റേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടിയുത്തുമലയുടെ പീക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. വാച്ച് ടവറിൽ നിന്നും താഴോട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താഴെ നിന്നും സൈക്ലിംഗ് ചെയ്ത് ഇവിടേക്ക് എത്താൻ 42 മിനിറ്റാണ് ഞാൻ എടുത്തത്.
കൊടിക്കുമല ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആണ്. എന്നിരുന്നാലും ഉപയോഗശേഷം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇവിടെ വലിച്ചെറിഞ്ഞ നിലയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് സന്ദർശകർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ട്രക്കിംഗ് ചെയ്ത് വരാൻ പറ്റുന്ന മലപ്പുറം ജില്ലയിലെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കൊടിക്കുമല.